അത്യാവശ്യം സെന്റിമെന്റ്സും ഹാപ്പി എൻഡിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ നല്ല രീതിയിൽ വിശ്വസിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ്ങിൽ നിന്നൊരു ലവ് സ്റ്റോറിയെ പറ്റിയാണ്. ആ സ്റ്റോറി എന്ന് പറയുന്നത് കാല് നഷ്ടപ്പെട്ട ഒരു അശ്വതി ചേച്ചിയും നായകനായ ഒരു രാഹുലിനെയും പറ്റിയാണ്. അതായത് ഈ രാഹുലിൻ്റെ കുട്ടിക്കാലത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഈ അശ്വതി എന്ന് പറയുന്ന ഈ ചേച്ചി രക്ഷിക്കുകയും ആ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരി വളർന്ന് വലുതാവുമ്പം ഈ ഒരു കുറവ് കാരണം പുള്ളിക്കാരിയെ കല്യാണം കഴിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പല രീതിയിലുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ കല്യാണം തടസ്സപ്പെടുന്നു. അപ്പോൾ അങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ പുള്ളിക്കാരിയേക്കാളും 5 വയസ്സ് ഇളയതായ രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ നായകൻ പുള്ളിക്കാരിയെ കൺവിൻസ് ചെയ്ത് പുള്ളിക്കാരിയുടെ ഈ കുറവുകളിലെല്ലാം ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരി രാഹുലിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ത്യാഗം ഉണ്ടായതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും അവരുടെ 2 വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് ഇതൊരു കല്യാണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സെൻറ്റിമെൻറ്റ്സും പിന്നെ കഥ ഒരു ഹാപ്പി എൻഡിങ്ങും ആയതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ഒരു കഥ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആയി. ഇപ്പം ഈ ഒരു കഥയും ഇതിലെ നായകനും നായികയും ഒക്കെ ഒരു AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതൊരു ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ആ ഒരു കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സീരീസ് ഒക്കെ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഈ ചൈനീസ് കൊറിയ അങ്ങനത്തെ ടൈപ്പ് സീരീസ് ഒക്കെ കാണുന്നൊരു ആളെന്ന രീതിയിൽ എനിക്ക് ആദ്യം തന്നെ ആ സീരീസിലൊക്കെ കണ്ടിട്ടുള്ളൊരു കഥ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴൊരു സംശയം തോന്നിയിരുന്നു. അപ്പം എല്ലാവരും പോസിറ്റീവ് വരുന്നിടത്ത് പോയി ഞാനൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നാട്ടിലെല്ലാവരും കയറി എന്നെ മേയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും മിണ്ടാനൊന്നും പോയില്ല. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് ഒത്തിരി ആൾക്കാർ മിണ്ടാണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി കമൻറ്റുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മളെന്തെങ്കിലും വായിക്കുന്നതും കാണുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളത് ഉറപ്പാക്കുക. എന്നിട്ട് മാത്രം ഷെയർ ചെയ്യുക. താങ്ക് യു.